Mr. Jaffer, you are under arrest. Shut up. വണ്ടിയിൽ നിന്നിറങ്ങണം. Come on. Come on. മിസ്റ്റർ നടരാജ്, ഇൻസ്പെക്ടറെ അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല. ഓക്കെ? Come on. Catch him. Yes, sir. Come on.
എടുക്കില്ല. അല്ലേടാ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ അസ്ഥിബന്ധം ഞാൻ വേർപെടുത്തും. എവിടെ ജാഫർ? അടവുകൾ കൊണ്ട് ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ആര് തന്നെയായാലും ഈ രാജ്യത്തെ ക്രമസമാധാനം താറുമാറാക്കാൻ ഞാൻ അനുവദിക്കില്ല. നമസ്കാരം ഇൻസ്പെക്ടർ സാർ. കോൺസ്റ്റബിൾ സാർ, ഇവരെ ലോക്കപ്പിലിട്ടേക്കൂ. യെസ് സാർ. നിങ്ങളൊക്കെ പുതിയതായി സ്റ്റേഷനിൽ ആര് വന്നാലും ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വീട്ടിൽ വന്ന് കാണേണ്ട വിധത്തിൽ കാണുമായിരുന്നു. അതാ ഇവിടുത്തെ പതിവ്. അതാ ശരി. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതോ അതോ ഞങ്ങളെയോ? രണ്ടും. രാമനായരെ, താൻ ഞങ്ങളെപ്പറ്റി സാറിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? സന്ദർഭം കിട്ടിയില്ലേ സാർ? ഇദ്ദേഹമാണ് ഗവൺമെന്റ് കോൺട്രാക്ടർ GV നായർ സാറ്. ഓഹോ. കളക്ടർ ഹേമേന്ദ്രൻ സാർ ഇദ്ദേഹത്തിന്റെ അനന്തരവനാ. ഇദ്ദേഹമാണ് സ്റ്റീഫൻ സാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്നു. ഓഹോ. ഇദ്ദേഹമാണ് XMLA അസംകുട്ടി ഹാജിയാര്. ഓഹോ. രാമൻ നായരെ, പരിചയപ്പെടുത്തിയതൊക്കെ മതി. താൻ പുറത്തുപോയി ചായയും സിഗരറ്റും ഒക്കെ വാങ്ങിച്ചോണ്ട് വരൂ. മിസ്റ്റർ. യെസ് സർ. നിങ്ങൾ ഈ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ്? യെസ് സർ. ഞങ്ങൾ വന്നത് നിങ്ങൾ കസ്റ്റഡിയെടുത്ത ഡ്രൈവേഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. അവരുമായുള്ള ബന്ധം അവരെന്റെ തൊഴിലാളികളാണ്. കള്ളക്കടത്തുകാരൻ ജാഫറെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിനാണ് ഞാൻ അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ വിട്ടയക്കാൻ എനിക്ക് അധികാരമില്ല. ഇൻസ്പെക്ടർക്ക് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലായിട്ടില്ല. മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങളും ജാഫറിന്റെ പങ്കാളികളാണ്. ഇൻസ്പെക്ടർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഭീഷണിയാണോ? വേണ്ടി വന്നാൽ 24 മണിക്കൂറിനകം തന്റെ തൊപ്പി ധരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇൻസ്പെക്ടർ, ഐ സേ യു ഗെറ്റ് ഔട്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. വിഭ്രാന്തി പരത്തിക്കൊണ്ട് സുപ്രസിദ്ധ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ ജാഫർ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ജാഫറുമായി ബന്ധമുള്ളതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ജാഫറിനെ കസ്റ്റഡിയിലാക്കുമെന്ന് പോലീസ് അധികാരികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. സോറി സർ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജാഫറിന്റെ വലം കൈയാണിവർ. ഇവരെ വിട്ടയക്കാൻ സാധ്യമല്ല. നോൺസെൻസ്. സർവകക്ഷി നേതാക്കന്മാരെ, അന്നദാതാക്കളെ, നിങ്ങളെല്ലാവരും കൂടി മാറി മാറി നാട് ഭരിച്ച് ഈ രാജ്യം നന്നാക്കണമേ. ആമേൻ. താരദൈവങ്ങളെ, നിങ്ങളുടെ അഭിനയസിദ്ധികൾ രാഷ്ട്രീയത്തിലും ഈയുള്ളവന് പകർന്നു തരണമേ. ആമേൻ. വിവിധ മതങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്ന ഈശ്വരന്മാരെ, എല്ലാ ജാതിക്കാർക്കും എന്റെ യൂണിയൻ ആവശ്യമായി വരണമേ. ആമേൻ. എന്റെ മുതുമുത്തച്ഛ, ഇവിടുത്തെ രാഷ്ട്രീയ കളികൾ കണ്ട് കളിയാക്കി ചിരിക്കരുതേ. അടിയന്റെ എല്ലാ വികൃതികൾക്കും അവിടുന്ന് ശക്തിയും ധൈര്യവും പകർന്നു തരണമേ. ആരാ നോക്കണേ? എന്നിട്ട് ഏത് കുപ്പായ ഇടണ്ടെന്ന് വേഗം നോക്കി പറ. ഭരണപക്ഷമോ പ്രതിപക്ഷമോ? ഈ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടാത്തവരായിട്ടും തീണ്ടിക്കൂടാത്തവരായിട്ടും ആരും തന്നെ ഇല്ല. ബാന്ധവം ആരുമായിട്ടും ആവാം, അല്ലാതെ പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. അതാണ് അതിന്റെ ശരി. ഇപ്പോഴത്തെ എന്റെ പാർട്ടി കോ മലയാള മതേതര കോൺഗ്രസ് ഏത് ജഗത്താരുമായിട്ടും സഖ്യം ഉണ്ടാക്കും. അടുത്ത തെരഞ്ഞെടുപ്പിന് ഞാനൊന്ന് ഗോദായിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം.
ഇവിടെ ഒരു പുതിയ SI വന്ന വിവരം പിള്ളയ്ക്ക് അറിയാമല്ലോ. അറിയാം, നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ രാജൻ. ആ റാസ്കൽ ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ അപമാനിച്ചു. എന്താ, തീക്കട്ടയിൽ ഉറുമ്പരിച്ചെന്നു? അത് കൊള്ളാമല്ലോ. സാരമില്ല, നമുക്ക് ചികിത്സിച്ച് കളയാം. അവൻ വലിയ ആദർശശാലിയാണ് പിള്ളേ. എന്റെ പൊന്നനിയാ, അവല് വട്ട. ഈ ശുദ്ധമായ ആദർശവും വിളമ്പിക്കൊണ്ട് ഞാൻ കുറെ കാലം നടന്നതാ. അന്ന് ഞാൻ പട്ടിണിയായിരുന്നു. അന്ന് ജനം പറഞ്ഞു ഞാൻ കരിങ്കാലിയാണെന്ന്. ആദർശം വലിച്ച് ഞാൻ കാട്ടിലെറിഞ്ഞു. ഇപ്പൊ ഞാൻ യോഗ്യനാണ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വാസുവിന് വിവരം വെച്ചു. വാസു ജീവിക്കാൻ പഠിച്ചു. ആ SI ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. ഏറ്റു രാഷ്ട്രീയപരമായി തന്നെ നമുക്ക് കൈകാര്യം ചെയ്ത് കളയാം. അതിനെത്ര ചെലവ് വന്നാലും അതൊരു പ്രശ്നമല്ല. പിന്നെ തൽക്കാലം ഇതിരിക്കട്ടെ. ഇതിന്റെയൊക്കെ ഒരാവശ്യം പിന്നെ ദക്ഷിണയല്ലേ? സംഗതി ഏറ്റാൽ എന്റെ വക ഒരു സംഭാവന വാസുവിനുണ്ട്. അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. SI രാജനെ സസ്പെൻഡ് ചെയ്യുക. SI രാജനെ സസ്പെൻഡ് ചെയ്യുക. SI രാജനെ നിർത്ത്, സസ്പെൻഡ് നിർത്ത്, ചെയ്യുക. നിർത്ത്. വാസുവിന്റെ ഉശിരൊക്കെ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് മതി. ആ, ബാക്കി നീ വെച്ചോ. നിർക്കോലി എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞോടെ. ഒരു 10 കൂടി ബാക്കി വെച്ചാണ്. അതാ മുട്ടായി തെരുവിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിട്ട് ഒട്ടിക്ക്. ശരി. അല്ല, ഇതാര്? ക്ഷീരസാഗരനോ? ആശാന്റെ പരിപാടികളൊക്കെ എങ്ങനെ നടക്കുന്നു? ആകെ കുഴഞ്ഞതേ. ഞാനിപ്പോ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. നിന്റെ കയ്യിൽ സ്റ്റോക്ക് എത്രയുണ്ട്? ആശാൻ ഇപ്പൊ എത്രണ്ണം വേണം? ആദ്യം കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആശാൻ പിന്നെ കേറിക്കോ. എല്ലാം നോക്കണ്ട എടുക്കണം. കേറിക്കോ. അവളെ പിടിച്ച കാര്യം നടക്കും. ഇൻസ്പെക്ടർ രാജന് തൊഴിലാളി വിരുദ്ധ നയം. സർവശക്തി തൊഴിലാളി ഐക്യം. തൊഴിലാളി മർദ്ദൻ രാജനെ തോറ്റില്ല, തോറ്റിട്ടില്ല, തോൽക്കുകയില്ല തൊഴിലാളി. അറസ്റ്റ് ചെയ്ത തൊഴിലാളികളെ തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കളി പോലീസ്. സമരം ചെയ്യും, സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. ബഹളം വെക്കരുത്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്റെ പൊന്നു വാസു. ഇൻസ്പെക്ടർ രാജന് തൊഴിലാളി വിരുദ്ധ നയം. തൊഴിലാളി മർദ്ദൻ ഇരിക്കവിടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ എഴുതി വെച്ചു. എന്ത് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് കൂലിപ്പട്ടാളങ്ങളല്ല, വർഗവഞ്ചകർക്കെതിരെ ആളിക്കെത്തുന്ന തീപ്പന്തങ്ങളാണ്. മിസ്റ്റർ, ഈ പ്രഹസനം കേട്ട് കേട്ട് ജനങ്ങൾ മടുത്തു. ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? സാർ അസംബന്ധം പറയരുത്. ഇവരിത് സഹിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളും തൊഴിലാളികളാണ്. അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരെ സമരം ചെയ്യൂ. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനുമെതിരെ ശബ്ദമുയർത്തൂ. പോലീസ് നിങ്ങൾക്ക് പിന്തുണ നൽകും. അല്ലാതെ കള്ളക്കടത്തുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത്. ഈ രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കാതെ നിങ്ങൾ പിരിഞ്ഞു പോകും. അതാണ് നിങ്ങൾക്ക് നല്ലത്. ധീര സഹാക്കളെ, ഇത് പോലീസിന്റെ പുതിയ ഇടമാണ്. നിങ്ങളത് വിശ്വസിക്കരുത്. സമരം ചെയ്യും, സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. ഇതുകൊണ്ട് നേട്ടമുണ്ടായത് ആ SIക്കാണ്. സമരക്കാരെ അയാൾ കൈക്കുള്ളിലാക്കി. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ആ കരിങ്കാലി വാസുവിനെ ഏൽപ്പിച്ചത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. മറ്റാരെങ്കിലും ഇക്കാര്യം ഏൽപ്പിച്ച മതിയായിരുന്നു. കൂട്ടുമന്ത്രിസഭ ആയതുകൊണ്ട് പരസ്യമായിട്ട് ഇതിൽ ഇടപെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവനെ തട്ടിയെടുത്ത് വല്ല കൊക്കയിലും കൊണ്ട് കളയാം. ആളെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. വേണ്ട, മറ്റൊരു വഴിയുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ രംഗത്തിറക്കാം.
സുഗുണനാണല്ലോ വിദ്യാർത്ഥി യൂണിയന്റെ സെക്രട്ടറി. വിദ്യാർത്ഥി ഫെഡറേഷന്റെ സെക്രട്ടറി ഞാനാണ്. ഞാനും സുഗുണനും കൂടി പറഞ്ഞാൽ മറ്റുള്ളവരത് അനുസരിക്കും. ഇനി ഈ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ഞങ്ങൾ നടത്തിയ സമരങ്ങളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ഡാഡി. ആ, അതാണ് വിദ്യാർത്ഥി ഐക്യം. അതാണ് ശരി. ഒന്ന് പറയമ്മേ. ശാന്തയ്ക്ക് സാറിനോട് ഏതാണ്ട് പറയണമെന്ന്. ഏത് ശാന്ത? ഇങ്ങോട്ട് നീങ്ങി നിൽക്കടെ പെണ്ണെ. അദ്ദേഹം നിന്നെ ഒന്ന് കണ്ടോട്ടെ. ഇവളങ്ങ് വളർന്നുപോയല്ലോ. ശാന്തി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നുണ്ടോ? ഇവള് ഏതാണ്ടൊക്കെ പാസ്സായിട്ടുണ്ട്. പ്രീ ഡിഗ്രി പാസ്സായി. ക്ലാസ് ഉണ്ട്. വെരി ഗുഡ്. സാറ് മനസ്സ് വെച്ച് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണം. അവൾക്ക് എപ്പോഴും വഴക്കാ. ഓ, വഴക്കാളിയാണോ? ഇനി അടുത്ത് വരൂ, ചോദിക്കട്ടെ. വരൂ, ഇവിടെ ഇരിക്കൂ. ഇരിക്കൂ. സാറ് വിചാരിച്ചാ നടക്കൂന്നാ ഇവള് പറയുന്നത്. ജോലിക്കാരിയല്ലേ, അത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സെക്രട്ടേറിയറ്റിൽ തന്നെ കയറ്റിവിട്ടേക്കാം. എന്താ, അതുപോലെ നാളെ വൈകിട്ട് നമ്മുടെ മന്ത്രി ഗസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട്. ശാന്തിയെ ഞാൻ തന്നെ നേരിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ തന്നെ ജോലിക്ക് ഓർഡർ മേടിച്ചുകൊണ്ട് പോരുകയും ചെയ്യാം. എന്ത് പറയുന്നു? ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അത് വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരെ. ശരി, ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, പോയിട്ട് വരൂ. വരണം. ഇന്നിത്ര നേരത്തെ ആണല്ലോ കുട്ടികളെ? പല സമരമോ മറ്റോ ആരംഭിക്കാനുള്ള പരിപാടിയാണോ? സമരം തുടങ്ങിയിട്ടില്ല. ആ, പിന്നെ ഗോപാലേട്ടന്റെ മരുന്നിന്റെ ഗുണം പോലെ ഇരിക്കും സമരത്തിന്റെ ഭാഗം. എടാ സീനു, അവർക്ക് എന്താന്ന് വെച്ചാ കൊടുത്തോ. കഴിക്കട. വേണ്ട, എനിക്കിത് ആറാമ. ഞാനിത് കുടിച്ചോളാം. എടാ, കരിങ്കാലിയാകാൻ നോക്കണ്ട. കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയിൽ ഒഴിക്കും. നമ്മുടെ ബാപ്പറിഞ്ഞ നമ്മള് സൂപ്പാക്കും. എടാ, നിന്റെ വാപ്പയെ പറ്റി എനിക്കറിയില്ലേ? എവിടെ ക്യാമറ ഉണ്ടോ എന്റെ തന്തി നിന്റെ വാപ്പയും അവിടെ ഉണ്ടാവും. ആ, അല്ല ഗോപാലേട്ടാ, ഇത് വായ്പിന് പുനലൂരുന്നല്ലോ. വിശ്വസിച്ച് കുടിക്കാമോ? ഫസ്റ്റ് ക്ലാസ് ആറുവാ. നല്ല കാര്യമായി. സ്റ്റുഡന്റ് സ്പെഷ്യൽ. സമരമേ നിനക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. വന്നു. നിർത്തണ. എവിടെയായിരുന്നടാ ഇതുവരെ? ക്ഷമിക്കണം നേതാവേ, ഫോരൻ തുറന്നിട്ടില്ല. ഇവൻ നാടനാ. കൊട്ടോടി കൊണ്ട. കൊട്ടോടിങ്ങ കൊട്ടോടി. ആഹാ, ഒന്നാം തരം. ഇവൻ പെരുമാറും. സമരം സ്പെഷ്യൽ. ആ, പിന്നൊരു കാര്യം, ഞാൻ മറ്റുള്ളവരെയൊക്കെ സംഘടിപ്പിച്ച് നേരെ അങ്ങ് എത്തിയേക്കാം. നിങ്ങൾ വിട്ടു. ഓ, കേരള. നമ്മുടെ നീതിന്യായ കോടതികൾക്കും മാർഗദർശിയായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ലാറ്റിനിൽ ഫൈറ്റ് ജസ്റ്റിഷ്യ റൂട്ട് ചാലു. അതിന്റെ അർത്ഥം ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്നാണ്. നിയമദേവതയുടെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുഖം നോക്കാതെ നീതി നടത്തുന്നതിന് വേണ്ടിയാണത്. നമ്മുടെ രാജ്യത്തും നീതി നിർവഹണത്തെ നിയന്ത്രിക്കുന്ന വിശ്വാസ പ്രമാണം അത് തന്നെയാണ്. കണ്ണ് കെട്ടിയിടുന്നത് കൊണ്ട് ചിലപ്പോ സത്യം ദർശിക്കപ്പെടാതെ പോയില്ലേ സർ? അങ്ങനെ സംഭവിക്കാം. അത് നാം നിയമങ്ങളുടെ അജ്ഞാനവർത്തികളാകുമ്പോൾ മാത്രമാണ്. സാർ, ഗുഡ് മോർണിംഗ്. സോറി സാർ, ഞങ്ങൾ അല്പം മദ്യപിച്ചു പോയി. അകത്തേക്ക് കയറാമല്ലോ. അല്പം കൂടെ സംസ്കാരമായിട്ട് പെരുമാറണം ഫ്രണ്ട്സേ. ഇവൻ വേറെ. വാട വാ. നിൽക്കൂ. ദിസ് ഈസ് എ ക്ലാസ് റൂം. നിങ്ങൾക്ക് മദ്യപിച്ചു വരാനുള്ള സ്ഥലമല്ല. സാറേ, ഇതാണ് വിദ്യാർത്ഥി ഐക്യം. അപ്പോ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ?
ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ മദ്യപിച്ച് വരാൻ പാടില്ലെങ്കിൽ കോളേജിന്റെ പരിസരത്ത് മദ്യഷാപ്പ് നടത്താൻ പാടുണ്ടോ സാറേ? അല്ല, പാടുണ്ടോ സാറേ? ഈ സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റിയും ഡിസിപ്ലിനും അനുസരിക്കാത്ത ആരെയും ക്ലാസ്സിൽ കയറാൻ ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കേറും. കമോൺ ഫ്രണ്ട്. ഞങ്ങൾ പഠിക്കാൻ വന്നവരാണ്. എന്തോ? അതിനിപ്പോ ഞങ്ങൾ എന്തോ വേണം? പഠിപ്പിക്കണോ? ചന്തപ്പിള്ളേരുടെ സംസ്കാരം പഠിക്കാനല്ല ഞങ്ങൾ വന്നത്. മനസ്സിലായില്ലല്ലോ മോളെ. നോൺസെൻസ്. ക്ലാസ്സിൽ മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. മര്യാദയോ? വാട്ട്? അങ്ങനെ ഒരു സബ്ജക്ട് നമ്മുടെ സിലബസിൽ ഉണ്ടോടാ ഫ്രണ്ട്സ്? ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഓ, വെരി ഗുഡ് മൈ സ്വീറ്റ്. ഇത്രയും കാലം നിന്റെയൊക്കെ തെണ്ടിത്തരം കണ്ട് മിണ്ടാതിരുന്നോണ്ടാണ് നീയൊക്കെ ഇത്രയും വഷളായത്. പടി പോകാം. നീ എന്നെ അടിച്ചു അല്ലേ? ഈ കോളേജിന്റെ അന്തസ്സിനും അഭിമാനത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി, അവർ ശിക്ഷിക്കപ്പെടും. ഞങ്ങൾ മാത്രം ഇതിന് ഉത്തരവാദികളല്ല സർ. എല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ പ്രവർത്തികൾ ഒരിക്കലും ന്യായീകരിക്കാവുന്നവയല്ല. മദ്യപിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറി ബഹളമുണ്ടാക്കുകയും ലെക്ചറെ ആക്ഷേപിക്കുകയും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത കുറ്റത്തിന് നിങ്ങളെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഓക്കെ സർ. അളക്കള. ശാന്തേ, നീ ആ MLA കാണാൻ പോയിരുന്നു? പോയിരുന്നു. എന്തിന്? എന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി. ഓഹോ, നിനക്ക് MLA കുറിച്ച് എന്തറിയാം? എനിക്കൊന്നും അറിയണ്ട. അപ്പോ എന്തായാലും നിനക്ക് ജോലി കിട്ടിയാൽ മതി അല്ലേ? അതെ. വൃത്തിയിട്ടവളെ, നീ അയാളെ കാണാൻ പോകൂടി. നീ അയാളെ കാണാൻ പോകൂടി. നിങ്ങൾ ആരാ ചോദിക്കാൻ? ബാല, നീ ആരാണ് അവളെ അടിക്കാൻ? നിനക്ക് എന്താ അധികാരം? എനിക്ക് എന്ത് അധികാരമെന്നോ? ഇവളെ പഠിപ്പിച്ച് ഈ നിലയ്ക്ക് എത്തിച്ചത് ഞാനാണ്. ഓ, നീ കുറെ പഠിപ്പിച്ചു. അവള് പാസ്സായത് നിന്റെ കാശിന്റെ മഹിമ കൊണ്ടല്ല, എന്റെ മോടെ ബുദ്ധി കൊണ്ടാ. പിന്നെ എന്ത് അധികാരം പറഞ്ഞാ കൊണ്ടാ വരുന്നത്? നീ കുറെ സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു, അത്ര തന്നെ. അത് നിന്റെ പെങ്ങളാണെങ്കിൽ നീ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതല്ലമ്മേ, എനിക്കൊരു ജോലി കിട്ടിപ്പോയെങ്കിലോ എന്നുള്ള അസൂയുണ്ടാ. അതെ മോളെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ പേരും പറഞ്ഞ് ഇനി ഈ പടി ഇങ്ങോട്ട് കയറരുത്. എന്തായിട്ട് നോക്കി നിൽക്കുന്നത്? കയറി പോരാത്ത്. വന്നിരിക്കുന്നു. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, വിദ്യാർത്ഥി ഐക്യം തോറ്റിട്ടില്ല. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, വിദ്യാർത്ഥി ഐക്യം തോറ്റിട്ടില്ല. കോളേജില്ല, സമരമാ. ഞങ്ങൾക്ക് പഠിക്കണം. പരീക്ഷ എടുത്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളിങ്ങനെ സമരം ചെയ്യുന്നത് ശരിയല്ല. പ്ലീസ് മാറി നിൽക്കൂ. മാറാനിപ്പോ മനസ്സില്ല. കേറാമെങ്കിൽ കേറിക്കോ. എങ്കിൽ ഞങ്ങൾ കേറും. പ്രിൻസിപ്പൽ, ലോ കോളേജ്. ഇവിടെ കുട്ടികൾ തമ്മിൽ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വരണം സാർ, പ്ലീസ്.
സെർട്ടൻ കേസസ് വളരെ സീരിയസ് ആണ്. ഇവിടെയാണെങ്കിൽ ബ്ലഡ് ഇല്ല, മരുന്നുകളില്ല, ആഫ്റ്റർ ഓൾ ബാൻഡേജ് പോലും ഇല്ല. ആവശ്യമുള്ള മരുന്നുകളുടെ ലിസ്റ്റ് തരൂ ഡോക്ടർ. ബ്ലഡ് ഞങ്ങൾ സംഘടിപ്പിച്ചോളാം. സർ, സൈഡ് റൂമിലെ പേഷ്യന്റ് വളരെ ബാഡ് കണ്ടീഷനിലാണ്. ബ്ലഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. Is it? Just a minute. ഗുഡ് മോർണിംഗ് സർ. ഇല്ല സർ, പോലീസിന്റെ ഭാഗത്തു നിന്ന് പാകപ്പിഴകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. തക്ക സമയത്ത് അവർ എത്തിയില്ലായിരുന്നെങ്കിൽ സംഗതി കൂടുതൽ വഷളാകുമായിരുന്നു. പിന്നെ സരിതയുടെ കാര്യം അല്പം സീരിയസ് ആണ്. യെസ് സർ. അതെ. ആ ഓക്കെ സർ. താങ്ക് യു. കുറച്ചുകൂടെ സ്ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷിവറിംഗ് ഉണ്ടാവും. യെസ് സർ. സരിതേ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നമസ്കാരം ഡോക്ടർ, എന്റെ മോള് ആവശ്യത്തിന് ബ്ലഡ് കിട്ടി. ഇനി പേടിക്കാനൊന്നുമില്ല. പ്രിൻസിപ്പൽ ഫോൺ ചെയ്തിരുന്നു. എവിടെ മിസ്റ്റർ രാജൻ? വരൂ. മോളെ, എന്റെ മോളെ. ഡോണ്ട് ഡിസ്റ്റർബ് പ്ലീസ്. ഷീസ് ഓൾ റൈറ്റ്. ദിസ് ഈസ് മിസ്റ്റർ രാജശേഖർ. വരൂ മിസ്റ്റർ രാജൻ. ഇനി സരിതയ്ക്ക് വിശ്രമമാണ് ആവശ്യം. എന്തായിരുന്നാലും പോലീസ് ഇത്ര മൃഗീയമായി പെരുമാറാൻ പാടില്ലായിരുന്നു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോഴത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ കോളേജ് ഗ്രൗണ്ട് ഒരു ശവപ്പറമ്പാകുമായിരുന്നു. പോലീസ് മർദ്ദനത്തിൽ വിദ്യാർത്ഥികൾക്ക് മാരകമായി പരിക്കേറ്റു എന്നാണ് അറിവ്. അതിനുത്തരവാദി പോലീസല്ല. ക്രമസമാധാനം താറുമാറാക്കി ഭരണം കൈക്കുള്ളിലൊതുക്കാൻ ശ്രമിക്കുന്ന ചില കുത്തക മുതലാളിമാരും അവരുടെ മക്കളായ വിദ്യാർത്ഥികളുമാണ് കാരണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ അച്ഛന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഈ വ്യവസ്ഥിതിക്കെതിരെ ഞാൻ ശക്തമായി പോരാടും. മോനെ, നിനക്കതിന് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതുവരെ ചേട്ടനെ അവരോട് വെച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല മലങ്കാട്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. വാടാ, ഒന്ന് വേഗം വാ. എന്തായട മക്കളെ നിങ്ങളുടെ സമരമൊക്കെ? ഞങ്ങളുടെ സമരവും പൊളിഞ്ഞു, ഞങ്ങളെ കോളേജിൽ നിന്നും പുറത്താക്കി. ഇനി ഞങ്ങൾ എന്തോ ചെയ്യണം? വിഷമിക്കേണ്ടട മക്കളെ, നിങ്ങളെ പോലെയുള്ളവരാണ് ഈ നാടിനാവശ്യം. ഈ രാജ്യം ഭരിക്കാനുള്ള എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ട്. നിങ്ങളെ ഞാൻ ഇവിടുത്തെ മന്ത്രിമാരാണ്. ആഫ്റ്റർ ഓൾ ഈ ലോ കോളേജ് ബിരുദം കൊണ്ട് എന്ത് നേടാൻ? കുറെ കള്ളം പറയാം. ഡോണ്ട് വെറി മൈ ബോയ്സ്, കം ഓൺ, ക്യാരി ഓൺ. മുതലാളി, തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ ഗസ്റ്റ് ഹൗസിലേക്ക് മന്ത്രി എന്താ അങ്ങോട്ട് വരുന്നുണ്ടോ? നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ഇറങ്ങി വരൂ. വരൂ. അപ്പോൾ അങ്ങനെയാണല്ലേ? ഇരിക്കൂ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. എന്നെ അമിതമായി ബഹുമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇരിക്കൂ. എന്റെ മുൻപിൽ ഈ നാടകമൊക്കെ എന്തിനാണ് കുട്ടി? നിന്നെ പോലെ എത്ര എണ്ണത്തിനെ ഞാൻ കരകയറ്റിയിരിക്കുന്നു. പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് എന്റെ പരമമായ ലക്ഷ്യമാണ്. വേണ്ട സർ, കുടിക്കൂ. എനിക്ക് വേണ്ട സർ.
സാർ, മന്ത്രി എപ്പോഴാണ് സാർ വരുന്നത്? വരില്ലേ? മന്ത്രിയുടെ കാര്യം പിന്നെ പറയാം. വേണ്ട സാർ. ബാല, എന്താടാ ഇത്? നിനക്കെന്ത് പറ്റി? നിനക്ക് ഭ്രാന്ത് പിടിച്ചു? എന്ത് സംഭവിച്ചു? പറയൂ. ബാല, ആരെയും കാണുന്നില്ലല്ലോ. ആഹാ, ഇരിക്കൂ. അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ്. രാജനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കോളേജിൽ വെച്ച് പരിക്കേറ്റ സരിത? ഓ, മന്ത്രിയുടെ മകൾ. ഇരിക്കൂ. ഇവളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് രാജനാണ്. അതിന് നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. കൊടുക്കൂ മോളെ, കൊടുക്കൂ. മോളുടെ പേരെന്താ? രാധ. മോളെ, ആ പ്രസാദം എടുത്തു കൊടുക്ക്. ഇവിടെ ആശുപത്രി കിടക്കുമ്പോ നേർന്നതാ. ഓഹോ, ബാലകൃഷ്ണനെ കണ്ടിട്ട് വളരെ നാളുകളായി. സുഖം തന്നെയല്ലേ? അതെ, അദ്ദേഹം ഇപ്പൊ വീട്ടിലുണ്ട്. ഓഹോ, ഞങ്ങളുടെ വീടൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല. ഓ, അങ്ങനൊന്നുമില്ല. രാധ പഠിക്കുന്നുണ്ടോ? ഉണ്ട്, പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ. പാസ്സായാൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അത് ഞാൻ പറയാം. രാധേ, അച്ഛൻ വിളിക്കുന്നു. മീനാക്ഷി, ബാലകൃഷ്ണനെ ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയൂ. പറയാം. നമുക്ക് പോണ്ടേ മോളെ? എല്ലാവരും കൂടി വീട്ടിലേക്ക് വരൂ. നാളെ അദ്ദേഹം ഉണ്ടാവും. ഞാൻ പോട്ടെ. മന്ത്രിയാണെങ്കിലും എനിക്കും ചില പരിമിതികളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നാൽ ആരോപണങ്ങൾ ഉണ്ടാവും. കസ്റ്റഡിയിലെടുത്ത ലോറികളും തൊഴിലാളികളും ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. ഇതിനൊരു പോംവഴി കാണാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തു. കുറഞ്ഞ പക്ഷം ആ ഇൻസ്പെക്ടർക്ക് ഒരു ട്രാൻസ്ഫറെങ്കിലും കൊടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? കഴിയാഞ്ഞിട്ടല്ല. ഇപ്പോൾ നമ്മൾ SI-യുമായിട്ട് ഇടഞ്ഞാൽ അയാൾ കേസ് CBI-ക്ക് കൊടുക്കും. അവർ പ്രതികളെ പോളിഗ്രാഫ് ചെയ്യും. അത് നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. നമുക്ക് ജാഫറുമായി ഒന്നുകൂടെ സംസാരിക്കാം. സാറിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. കൂട്ടുമന്ത്രിസഭയായതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തത്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മന്ത്രി ഇവിടെ ഭരിക്കാൻ പാടില്ല. നമ്മുടെ മന്ത്രി വിദേശ പര്യടനത്തിലാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മൈ പേഴ്സണൽ ഈസ് സ്മഗ്ലിംഗ്. അത് വിജയിക്കണമെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനം തകർക്കണം. ഞാൻ BA പാസ്സായി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി ഫീസ് വാങ്ങിക്കാതെ വാദിക്കും. അപ്പോ നീ ഫീസിന്റെ വക്കീലായി പാവങ്ങളോടൊപ്പം പട്ടിണിയും കിടക്കേണ്ടി വരും. ആ, ദേ വരുന്നു. ഹലോ രാജൻ, ടേക്ക് യുവർ സീറ്റ്. നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും നല്ല സേവനത്തിനുള്ള പോലീസ് മെഡൽ മിസ്റ്റർ രാജന് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അന്ന് രാജന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൾക്ക് തിരിച്ചു പോരാനേ മനസ്സിലായിരുന്നു. രക്തം കൊടുത്തും പോലീസുകാർ ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണെന്നുള്ള വസ്തുത രാജൻ തെളിയിച്ചിരിക്കുന്നു. അവിടെ വെച്ചോളൂ. സരിത സാറിന്റെ മകളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എന്റെ കർത്തവ്യം നിറവേറ്റി. ദാറ്റ്സ് ഓൾ. അനാവശ്യമായ ആർഭാടങ്ങളൊന്നും ഇവൾ ഇഷ്ടപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഔദ്യോഗിക മേൽവിലാസം പോലും ഉപയോഗിക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നില്ല. മിസ്റ്റർ രാജൻ, എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എസ്കോർട്ട് ഇല്ല.
സ്റ്റേറ്റ് കാറും ബംഗ്ലാവും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ചികിത്സയ്ക്കാണെന്നും പറഞ്ഞ് വിദേശത്തേക്ക് പോകാൻ സർക്കാരിന്റെ പണം ഞാൻ ചെലവാക്കുന്നില്ല. എന്തിനേറെ എന്റെ ടെലിഫോൺ ബില്ല് പോലും കൊടുക്കുന്നത് ഞാനാണ്. യെസ്, ഐ നോ. എല്ലാ മന്ത്രിമാരും അങ്ങനെയായിരുന്നെങ്കിൽ ഗജനവും കാലിയാകില്ലായിരുന്നു. ആരടാ നിങ്ങളൊക്കെ? ചോദിച്ചത് കേട്ടില്ലേ? മാറി നിൽക്കണ്ട. കളിയാക്കുകയാണോ? വെൽക്കം ഇൻസ്പെക്ടർ, വെൽക്കം. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ കൂടിക്കാഴ്ച ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനും. ബൈ ദ ബൈ മിസ്റ്റർ രാജൻ, പരസ്പരം കണ്ടുമുട്ടിയ നിലയ്ക്ക് നമുക്ക് അല്പം സംസാരിക്കാം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾ ഇത്ര തിടുക്കം കൂട്ടുന്നത്? നിങ്ങൾ കള്ളക്കടത്തുകാരനായതുകൊണ്ട്. കള്ളക്കടത്തുകാരുടെ പണം കൊണ്ട് മന്ത്രിയായവരും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഈ രാജ്യത്തുണ്ട്. അവരെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? ആരെ എപ്പോൾ എവിടെ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. വെരി ഗുഡ് ഇൻസ്പെക്ടർ. ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജനങ്ങളെ സേവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കുറെ അഭിനന്ദനങ്ങളും വോട്ടുമെഡലുകളും മാത്രമായിരിക്കും. മറിച്ച് എന്നെ സഹായിച്ചാൽ താങ്ക് യു മിസ്റ്റർ ജാഫർ.
എനിക്കിപ്പോൾ വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ സാധിക്കും, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നീ നല്ലതുപോലെ ആലോചിച്ചു നോക്കും. നമുക്ക് വീണ്ടും കാണാം. ഇദ്ദേഹം ജനശക്തി മുന്നണിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ റവറാൻ. ഇദ്ദേഹം മിസ്റ്റർ ദേവ്, ഞങ്ങളുടെ പാർട്ടിയുടെ ഖജാൻജി. നമസ്കാരം. ജനശക്തി മുന്നണി, അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രശ്നം. 4 പേരറിയുന്ന പരുവത്തിൽ ഞങ്ങളുടെ പാർട്ടി ഒന്ന് വികസിപ്പിച്ചു തരണം. അതെ, പാർട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമായി? 2 മാസം. മൂലധനം എന്തുണ്ട്? അത് അല്പം പരങ്ങളിലാണ് സാറേ. ഫണ്ടുണ്ടാക്കാൻ പല വഴികളും നോക്കി, ഒന്നും ഫലിച്ചില്ല. സാർ അതിനൊരു വഴി പറഞ്ഞു തരണം. ഫണ്ടുണ്ടാക്കാൻ എത്രയോ വഴികളുണ്ട്, പറഞ്ഞുതരാം. അതായത് ഈ പണക്കാരായിട്ടുള്ള കള്ളക്കടത്തുകാരെയും ബിസിനസ്സുകാരെയും രഹസ്യമായിട്ട് പോയി കാണണം. കാണാം. വെറുതെ കണ്ടാ പോരാ, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യണം. അപ്പോ അവർ നിങ്ങളെ വളർത്തും, വേണ്ട സംഭാവനയും തരും. മനസ്സിലായോ? സംഗതി നടക്കുമോ സാറേ? സംശയിക്കരുത്, ഇവിടുത്തെ എല്ലാ ഈർക്കിലി പാർട്ടികളും നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അതെ, ശരിയാ സാറേ. അല്ലാതെ അല്ലെങ്കിൽ ഇത്രയും പാർട്ടികൾ ഇവിടെ വളരുവോ? ഇനി പാർട്ടി വികസിപ്പിക്കാനുള്ള വഴി പറഞ്ഞുതരാം. ഏത് പാർട്ടി ഭരിക്കുന്നുവോ അവർക്കെതിരെ പൊതുജനങ്ങളെ പറഞ്ഞിറക്കി സമരമുണ്ടാക്കണം. വിദ്യാർത്ഥികളെ രംഗത്തിറക്കി പോലീസിനെ കൊണ്ട് തല്ലിക്കണം. അയ്യോ, ഞങ്ങളെ പിള്ളേരും പഠിക്കുന്നുണ്ടല്ലോ. അതിന് വഴിയുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ ബോർഡിംഗ് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണം. അത്രയായി. ഞങ്ങൾക്ക് കുറച്ച് രക്തസാക്ഷികൾ വേണമല്ലോ സാറേ. അതിന് ഒരു കുഴപ്പമില്ല. അതിർവഴക്ക്, വ്യക്തിവൈരാഗ്യം, കുടുംബകലഹം, അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ മേൽ നമ്മുടെ പാർട്ടി അംഗത്വം ആരോപിക്കണം. ബാലപാഠം പോലും പഠിക്കാത്ത ആളുകളാ പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കാര്യം നടക്കൂ. എന്നിട്ട് ആ ശവങ്ങളുടെ പുറത്ത് നമ്മുടെ പാർട്ടിയുടെ പതാകകൾ പുതപ്പിക്കണം. വർഗശത്രുക്കൾ കൊന്നതാണെന്ന് ആളുകൾ പ്രചരിപ്പിക്കണം. കാണുന്ന പുറംപോക്കിലെല്ലാം രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയണം. ഇതിലൊക്കെ ഒരു സംഭാവന പിരിവ് നടത്തിയാൽ പാർട്ടിക്ക് മൂലധനവും ഉണ്ടാവും. ഇതിനൊക്കെ ആരും പണം വേണ്ട സാറേ. ആളുകളെ ഞാൻ തരും, പണം നാട്ടുകാർ തരും. നിങ്ങൾ നാട് ഭരിക്കുകയും ചെയ്യും. എന്നെ അടിക്കല്ലേ മോനെ. മന്ത്രിയല്ല കളക്ടർ വന്ന് പറഞ്ഞാലും നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. എവിടെയാണ് നിന്റെ ജാഫർ? അയ്യോ, എനിക്ക് അറിയില്ലേ മോനെ. നിനക്കറിയില്ലേ മോനെ. അയ്യോ, നിന്നെ അടിക്കല്ലേ ഞാൻ പറയിപ്പിക്കും. പ്രതിയുമായി ബന്ധപ്പെടാൻ ആരെയും അനുവദിക്കരുത്. യെസ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താ മിസ്റ്റർ നടരാജ്, എല്ലാം റെഡി ആയില്ലേ? എവരിത്തിങ് ഈസ് ഓക്കെ. ഓ, come on. ഇരിക്കടൂ രാമനായരെ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കടൂ. താൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഉപകാരത്തിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. അന്വേഷണത്തിന് CBI-ക്കാർ വരുമെന്നാ കേട്ടത്. അപ്പോൾ അവര് വന്നാൽ ഞാൻ MLA ആയിരിക്കുന്നിടത്തോളം കാലം CBI അല്ല ദൈവം തമ്പുരാൻ വന്നാൽ പോലും താൻ പേടിക്കണ്ട. ധൈര്യമായിരിക്കൂ. തന്നെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. Shall we proceed for the dance? Oh, yes. Come on.
സുഖം 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 ആ സുഖം ആ സുഖം പനിനീർ പൂമേനയിൽ പകരൂ സ്പർശന സുഖം എൻ പവിഴച്ചുണ്ട് പകരൂ ചുംബന സുഖം പനിനീർ പൂമേനയിൽ പകരൂ സ്പർശന സുഖം ആനന്ദ നിർവൃതിയിൽ അലിയാം നമുക്ക് ആ സുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം നമുക്ക് ആ സുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം സുഖം ആ സുഖം ആ സുഖം ആ സുഖം ആ സുഖം 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 ആ സുഖം മധുര യൗവനം നൽകും രതിസുഖം മദന കേളികൾ പകരും സ്വർഗസുഖം മധുര യൗവനം നൽകും രതിസുഖം മദന കേളികൾ പകരും സ്വർഗസുഖം ആനന്ദ നിർവൃതിയിൽ അലിയാം നമുക്ക് ആ സുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം ആനന്ദ നിർവൃതിയിൽ അലിയാം നമുക്ക് ആ സുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം സുഖം ആ സുഖം ആ സുഖം ആ സുഖം ആ സുഖം 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 ആ സുഖം ആ സുഖം ആ സുഖം ആ സുഖം ആ സുഖം ആ സംഭവത്തെപ്പറ്റി കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ രാത്രി സബ് ഇൻസ്പെക്ടർ പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചു. ചത്തുപോയ കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ പറഞ്ഞേച്ച് അദ്ദേഹം ഇറങ്ങി അങ്ങ് പോയി. പോയ പിറകെ തന്നെ പ്രതികൾ ചാകുകയും ചെയ്തു. ഐ ആം സോറി മിസ്റ്റർ രാജശേഖരൻ, നിങ്ങളിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാർ ഞാൻ നോ, ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. യു ആർ അണ്ടർ അറസ്റ്റ്. യെസ് സർ. ചേട്ടാ അച്ഛാ, ചേട്ടാ അതെ, കരയാതിരിക്കൂ. ഞങ്ങൾക്ക് കരയാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഇത് പ്രതീക്ഷകളെല്ലാം തകർത്തു കളഞ്ഞല്ലോടാ പോലെ. പാടുപെട്ട് നിന്നെ പഠിപ്പിച്ച് ഉദ്യോഗം വാങ്ങി തന്നത് രാജ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാണടാ. പക്ഷേ നീ ഒരിക്കലും ഒരു കൊലപ്പുള്ളിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അച്ഛാ, സത്യത്തിൽ ആ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ നിരപരാധിയാണ് അച്ഛാ. അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. അച്ഛൻ ഓരോന്നും പറഞ്ഞു ചേട്ടനെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്?
എന്റെ വേദനകൾ ഞാൻ മറ്റാരോട് പറയാനാണ്? വാമോളെ, പോകാം. ചേട്ടാ, മേനോൻ സാറുണ്ടോ? ഉണ്ട്, വിളിക്കാം. നമസ്കാരം. നമസ്തേ, ഇരിക്കൂ. ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. പിന്നെ എന്നെ ഓർമ്മയുണ്ടാവുമല്ലോ, വാസുള്ള. ഇന്നാളൊരിക്കൽ ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് ആട്ടെ, ഇപ്പോഴെന്ത് ഫണ്ടാണാവോ? ഫണ്ടല്ല, ഇദ്ദേഹം സുഗുണൻ, സ്ഥലം MLA ദിവാകര മേനോന്റെ മകനാ. ഈ വാർഡിലെ എന്റെ പാർട്ടി, അതായത് അഖില കേരള അഭിവൃദ്ധി മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. നമസ്കാരം. ഇത് മിസ്റ്റർ രാജേന്ദ്രൻ, ഗവൺമെന്റ് കോൺട്രാക്ടർ GV നായരുടെ മകനാണ്. നമസ്തേ. പിന്നെ ഇവരൊക്കെ ലോ കോളേജ് വിദ്യാർത്ഥികളാണ്. നമസ്കാരം. അതിന് ഞാൻ എന്താണ് വേണ്ടത്? അല്ല, ഇപ്പൊ ഈ ജാതിയും മതവും വർഗവും ഒക്കെ നോക്കിയാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ വാർഡിൽ മെജോറിറ്റി മേനോന്മാർക്കാണ്. അതുകൊണ്ടാണ് ഒരു മേനോനായ സുഗുണനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. സാറിന്റെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വിജയിക്കും. സർക്കാരിന്റെ അവഗണന കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ നാട്ടിലെ മേനോന്മാരുടെ 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ആണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റെല്ലാ ജാതിക്കാർക്കും ഇവിടെ പ്രത്യേക പാർട്ടികളുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്. നമുക്ക് മാത്രം എന്തുകൊണ്ടായിക്കൂടാ? അതിന് ഭരണകൂടത്തിൽ കടന്നുകൂടിയാലേ സാധിക്കൂ. സാറിന്റെ ഫോട്ടോയും പേരും വെച്ച് ഒരു പ്രസ്താവന ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. സാറിന് ഒപ്പ് മാത്രം ഇട്ട് തന്നാ മതി, എഴുതാൻ ബുദ്ധിമുട്ടണ്ട. ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും പറയണോ എന്റെ മനസ്സ് മനസ്സിലാക്കാൻ? അല്ല, അപ്പൊ ഈ മേനോന്മാരുടെ പ്രശ്നം, ഈ വക പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ജാതിയുടെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയാൽ ജാതി നന്നാവും, നാട് നന്നാവില്ല. നാട് നന്നാക്കാനല്ല, സ്വയം നന്നാകാനുള്ള വഴി അന്വേഷിച്ചാണ് ഞങ്ങളുടെ ഇറക്കം. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ നാടിനു വേണ്ടി ചെലവഴിച്ച ആളാണല്ലോ സാറ്. എന്നിട്ട് എന്തുണ്ടായി? നാട് നന്നായില്ല, താനും നന്നായില്ല. ദേ, ഈ അവസ്ഥയിൽ വീട്ടിൽ കുത്തിയിരിപ്പോയി. വെറും സാമാന്യ മര്യാദ ഓർത്താണ്, അല്ലെങ്കിൽ ഇവനൊന്നും എന്റെ പറമ്പിൽ കാലു കുത്തുകയില്ല. താൻ സഹകരിക്കുന്നില്ലെങ്കിൽ സഹകരിക്കണ്ട, വിരോധമില്ല. പക്ഷേ നാളെ ഞാനൊരു MLA-യോ മന്ത്രിയോ ആയാൽ താൻ ഇപ്പൊ പറഞ്ഞൊന്ന് മാറ്റി പറയരുത്. മതിയാക്കടൂ. നിങ്ങളെയൊക്കെ ഇത്രയും നേരം ഇവിടെ നിർത്തിയത് തന്നെ എന്റെ ഔദാര്യമാണെന്ന് വിചാരിച്ചോ? പോട്ടെ സാറേ, വിവരക്കേട് കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച്. ഓ, വിവരക്കേട് കൊണ്ടാണല്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല. മത്സരിക്കാം, MLA ആകാം, മന്ത്രിയാവാം, ഭരിക്കാം, എന്ത് വേണേലും ആകാം. ഇത് തന്റെ വീടായിപ്പോയി, അല്ലെങ്കിൽ ഇതിന് ശരിക്കും ഞാൻ മറുപടി പറഞ്ഞേനെ. ഇറങ്ങിടാ പുറത്ത്, നാണം കെട്ട തെണ്ടികൾ. അവനെ വിട്ടേനെ വാസു. എനിക്ക് പ്രായമായി എന്നൊന്നും കേൾക്കണ്ട. ഏതവനാണ് എന്റെ അച്ഛനെ അടിക്കേണ്ടത്? അരിഞ്ഞാണ് ഞാൻ, നാണം കെട്ട മാറിയാണ്. നിന്നെ ഞാൻ എടുത്തോളാൻ വേണ്ടി പൊടിച്ചു. ഇവിടെ നമ്മുടെ കയ്യിൽ കിട്ടും സൂണ. വന്നു മോന്റെ ഭജനക്കാരൊക്കെ എത്തി. ജയിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചന. കക്ഷി നമ്മുടെ കക്ഷിയല്ല, എങ്കിലും പ്രയോജനമുള്ള കേസാണ്. കാര്യം നടന്നാൽ ആ വാർഡിൽ നമുക്ക് നല്ലൊരു ആസ്തിയായി. ജയിക്കും. ഇക്കണക്കിന് പോയാൽ കെട്ടിവെച്ച കാശ് കിട്ടൂല. അവസാനം വാസുള്ള കുറ്റം പറയരുത്. എന്താ വാസുപിള്ളേ ഒരു സ്വരം മാറ്റം? ചേട്ടാ, ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു വരുന്നവരെ ഓരോരുത്തരുടെ വർത്തമാനം കേട്ടാ അടിക്കാനാണെങ്കിൽ എത്ര വരെ അടിക്കും? അടിക്കാതിരിക്കുന്നതല്ലേ അതിന്റെ ഒരു നയം. പറഞ്ഞു കൊടുക്ക്. മോനെ കോളേജിലെ പഠിപ്പിച്ചുള്ളൂ, രാഷ്ട്രീയം പഠിപ്പിച്ചില്ലല്ലേ? എന്താ നീ പലരും തല്ലിയോ? ഞാനറിയാൻ തല്ലിയില്ലല്ലോ. തല്ലിയോടാ? ഞാനുള്ളവോട് തല്ലുള്ള രക്ഷപ്പെട്ടു. എന്താ വാസുപിള്ളേ ഉണ്ടായത്? വിവരമായിട്ട് പറയൂ. വാ വാസുപിള്ളേ, നമുക്ക് അകത്തിന് സംസാരിക്കാം. വരൂ വരൂന്ന്. എന്നാ ഞങ്ങൾ
അപ്പൊ നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, എന്നാ വിട്ടോ. എന്താ വാസുപിള്ള ഉണ്ടായത്? നമ്മുടെ ആ സ്വാതന്ത്ര്യ പഠനം ഉണ്ടല്ലോ, മാധവദാസ്, അയാളുടെ സ്വഭാവം അറിയാമല്ലോ. അയാളെ ഒന്ന് വളച്ചെടുക്കാമെന്ന് വെച്ചാ അവിടെ ചെന്നത്. പഴയ പ്രതാപമൊന്നും ഇല്ലെങ്കിലും അയാൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന 500 പേരുണ്ട്. പിന്നെ എന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ആ വോട്ട് മുഴുവൻ നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, അയാളെ ശത്രുവാക്കി. ശരിയാണോടാ? അയാൾ എന്നെ ഓരോന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചും പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് സാരമില്ല പിള്ളേ, പിള്ളേരല്ലേ. പിള്ളേർ നമുക്കാ, നാട്ടുകാർക്ക് സ്ഥാനാർത്ഥിയാ. വന്നതൊക്കെ വന്നു. വാസുപിള്ള ആ മാധവദാസിനെ ചെന്ന് കണ്ട് തന്റെ ആ വാചക ബുക്ക് ഇത് ഫിറ്റ് ചെയ്ത് ഒന്ന് സോപ്പിട്ട് കുളിപ്പിച്ചെടുക്ക്. വാചകത്തിലൊന്നും ഇനിയാൽ വീഴൂല ഏട്ടാ. പിന്നെ വീഴാത്തവരെ വീഴിക്കാനുള്ള നമ്മുടെ 18ാമത്തെ അടവുണ്ടല്ലോ, അതേ ഉള്ളു ഇവിടെ രക്ഷ. എന്താ എത്രയാ ഇങ്ങോട്ട് പറഞ്ഞാ പോരെ വാസുപിള്ളേ? പണം കൊണ്ട് എറിയേണ്ടടുത്ത് പണം കൊണ്ട് തന്നെ എറിയണം. എറിയണം, ജനത്തിനെ വേട്ടണം. ജാഥ, മീറ്റിംഗ്, വെടിക്കെട്ട്, ബാൻഡ് വാദ്യം മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധം ഈ വാർഡ് വിറയ്ക്കണം. വിറപ്പിക്കാനല്ലേ വാസുപിള്ള ഉള്ളത്. പിന്നെ വാസുപിള്ളക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? അകത്ത് പോയി ചായയോ കാപ്പിയോ കൊണ്ടുവരാൻ പറ. ഓ, കാപ്പിയിലും ചായയിലും ഒന്നും തീരുന്ന ക്ഷീണമല്ല ഏട്ടാ ഇത്. എന്താ? അത് ശരി. എടാ, അത് അകത്ത് അലമാരിയിൽ ഇരിപ്പുണ്ട്. അല്ല, ഫോറിനോ നാടനോ? ഓ, എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. പക്ഷെ ഇപ്പോ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താ അത്? എന്നും ഇലക്ഷൻ ആയിരിക്കണേ, എന്നും ഇലക്ഷൻ ആയിരിക്കണേ എന്ന് മാത്രം. തിരക്കാണെന്നും പറഞ്ഞു ഒഴിയരുത്. കൊള്ളാവുന്ന കുറെ വീടുകൾ ഞങ്ങളോട് വരണം, 1-2 യോഗങ്ങൾ പ്രസംഗിക്കണം. അങ്ങനെ മോലാളി ഞങ്ങളെ കൂടാണെന്ന് നാട്ടുകാർ അറിയണം. നോക്കിയാ പോരാ, തന്റെ സന്മനസ്സും പണവുമാണ് എന്നെ ജയിപ്പിച്ചത്. ഞാനത് ഒരിക്കലും മറക്കയില്ല. എന്റെ മകന്റെ കാര്യത്തിലും ആ മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാം. അത് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ പ്രസ്ഥാനം വായിച്ചില്ലേ? കള്ളുഷാപ്പിന്റെ മുമ്പിലും കോൺട്രാക്ടർമാരുടെ വീടിന്റെ മുമ്പിലും നിരാകാര സത്യാഗ്രഹം ഇരിക്കാൻ പോണെന്ന്. അമ്മാരെങ്ങാനും കത്തര കയറിയ കള്ളം നല്ല പച്ചവെള്ളം പോലും കിട്ടൂല, പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ജാതി രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തി ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള തീവ്ര യത്നത്തിന് ആരംഭം കുറിക്കുവാനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ മകനെ അഖില കേരള മുന്നണി അഭ്യാസ മുന്നണിയുടെ അഭിവൃദ്ധി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ നിർത്തി മത്സരിപ്പിക്കുന്നത്. എന്നെ വിജയിപ്പിച്ച നല്ലവരായ നിങ്ങൾ, നല്ലവരായ എന്റെ മകനെയും ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തതായി അഖില കേരള അഭിവൃദ്ധി മുന്നണിയുടെ സ്ഥാപകനും സെക്രട്ടറിയുമായ ശ്രീമാൻ വാസുപിള്ളയെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം 2-3 യോഗങ്ങളിൽ കൂടി പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഒരു നീണ്ട പ്രസംഗം ഞാൻ ഒഴിവാക്കുകയാണ്. ഒരു തെങ്ങുകയറ്റക്കാരന്റെ മകന് മാത്രമേ ഒരു നല്ല തെങ്ങുകയറ്റക്കാരനാകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പാരമ്പര്യമുള്ള നമ്മുടെ MLA മകനെ തന്നെ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിശ്ചയിച്ചത്. ജാതി രാഷ്ട്രീയത്തിനും കാലുമാറ്റ രാഷ്ട്രീയത്തിനും അതീതമായ ഒരു പ്രബുദ്ധ ഭാരതം, ഒരു പ്രബുദ്ധ വാർഡ് കെട്ടിപ്പടുക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരും സഹകരിക്കണമെന്നുള്ള പ്രബുദ്ധമായ ആഹ്വാനത്തോടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയെ പ്രസംഗിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള നാട്ടുകാരെ, ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലോ മാത്രം ഒതുങ്ങുന്നതല്ല എന്റെ രാഷ്ട്രീയ ജീവിതം എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. ഒരു MLA ആയ എന്റെ അച്ഛന്റെയും അപ്പുറത്തേക്ക് വളരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ എനിക്കുണ്ടാക്കി തരണം. അങ്ങനെ നിങ്ങളെ നിരന്തരം സേവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഇതിന്റെ നാന്ദി മാത്രമായിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്ക് നമസ്കാരം. പ്രബുദ്ധരായ വോട്ടർമാരെ, നിങ്ങൾക്ക് നമസ്കാരം. കള്ളക്കടത്തിലൂടെയും വനം കൊള്ളയിലൂടെയും സിമന്റ് കുംഭകോണത്തിലൂടെയും പണമുണ്ടാക്കി ശക്തിയാർജിച്ച ഇവിടത്തെ MLA-യുടെ മകനാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി. ആ നിലയ്ക്ക് മദ്യവർജന കമ്മിറ്റി പ്രസിഡന്റായ നമ്മുടെ സ്ഥാനാർത്ഥി സുധാകരനെ വിജയിപ്പിക്കുക എന്നത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, കർത്തവ്യമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വരിക എന്നതല്ല എന്റെ ലക്ഷ്യം. അതേസമയം വിഷമദ്യ വിൽപ്പനക്കാരന്റെ മകനും ബലാത്സംഗ വിരുദ്ധനുമായ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കടാരി രാഷ്ട്രീയക്കാരെയും ജാതി രാഷ്ട്രീയക്കാരെയും ഒറ്റപ്പെടുത്തി ഈ പഞ്ചായത്തിൽ സൽഭരണം കാഴ്ചവെക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് വിജയിപ്പിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബാലേട്ടാ, അത് ഗീതിയോ? എന്താ കാലത്തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച്? കണ്ടാ കൊള്ളാവുന്ന കൊഴുത്തുരുണ്ട തക്കാളിപ്പഴം പോലത്തെ ഒരു സാധനത്തിന് വേണോന്ന് പറഞ്ഞിരുന്നില്ലേ ബാലേട്ടൻ? സ്പെഷ്യൽ പാർട്ടിക്ക് അയക്കാൻ പറഞ്ഞിരുന്നോ? കിട്ടിയോ? കിട്ടും. എന്നെ പറ്റി അണ്ണൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നെ പറ്റി എടി, കണ്ട ഉടനെ സാധനത്തിന് റാഞ്ചി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്നു തന്നെ വെച്ചോ. ആ, എനിക്ക് എന്നാ തരും? ഇതേ നിനക്ക് വേണ്ട ഒക്കെ ഞാൻ ദിവസം തരുന്നില്ലേ? അതല്ല എന്നാ, പിന്നെ എന്താ അന്നാ? കമ്മീഷൻ. ഗീതേ മോളെ, ഐസ് കട്ടേന്റെ മോള് പെയിന്റ് അടിക്കല് കേട്ടോ. 100 രൂപ തരാം. എന്നാ 100 രൂപ എടുത്ത് ഞാൻ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. ആ, അത് ഞാൻ തരാം. നീ പോയി കൂട്ടിക്കൊണ്ടുപോവാ. വേണ്ട. ഒരു രാത്രിത്തേക്ക് എത്ര രൂപയാണ് എന്റെ ചാർജ്? ബാലേട്ടാ, ബാലേട്ടനല്ലേടി, ബ്രോക്കറാണ് ഞാൻ. നീ കാണിച്ച നന്ദികേടിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ തരത്തിലായത്. ആ തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത്. എന്റെ തൊഴിൽ എന്താണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. എനിക്ക് വീടും കൂടൊന്നുമില്ല. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു തരാം. നീ അവിടെ സുഖമായിട്ട് താമസിച്ചുള്ളൂ. ആവശ്യത്തിനുള്ള പണവും തരാം. മതി ബാലേട്ട, എനിക്കത് മാത്രം മതി. പക്ഷേ ഒരു കാര്യം, നമ്മളെന്നും അന്യരായിരിക്കും. വിജയിച്ചേ, വിജയിച്ചേ, സ്ഥാനാർത്ഥി സുഗുണൻ വിജയിച്ചേ. സുഗുണന്റെ വിജയം നാടിന്റെ വിജയം. സുഗുണന്റെ വിജയം നാടിന്റെ വിജയം. നമ്മുടെ വിജയം സുഗുണന്റെ വിജയം. അയ്യേ, നാണമില്ലേ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ കുത്തിയിരുന്ന് കരയാൻ? ഏയ്, വെറും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? തെരഞ്ഞെടുപ്പ് ഇനിയും വരില്ലേ? അന്ന് നമുക്ക് അരക്കൈ നോക്കാം. ഇപ്പോഴല്ലേ അവരുടെ അടവൊക്കെ മനസ്സിലായത്? വേണ്ട വേണ്ട, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുഴി ചാടിക്കും. ഇപ്പൊ തൃപ്തിയായല്ലോ. ആ കരിങ്കാലി വാസുവിന് ശരിക്കൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. അവരോടെ കുടക്കിയാൽ നമ്മുടെ ആയുസ് എത്താതെ മരിക്കേണ്ടി വരും. പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? ആ, അതൊക്കെ പോട്ടെ. അച്ഛൻ പറഞ്ഞു വേഗം വീട്ടിലേക്ക് വരാൻ. കൊച്ചമ്പ്രാട്ടി പോയിക്കോളൂ, അടിയൻ വന്നേക്കാം. കൊച്ചമ്പ്രാട്ടി എന്നോ? ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിണങ്ങിയോ? ഇല്ല, എണങ്ങി.
അമ്മാവാ, കാറിലോട്ട് കയറിയിട്ട് അമ്മാവാ, വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്കാം. വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കോളാം. വാടി. എന്റെ മോളെ അമ്മാവൊക്കെ വന്നാ മതി, അവളെ ഞങ്ങളങ്ങ് വിട്ടേക്കാം. ഇതൊക്കെ ഒരു തരം സോഷ്യലിസമാണ് അമ്മാവ. നിന്നെ ഞാൻ അയ്യോ, നമ്മുടെ മേനോ സാറല്ലേ? അതെ, മേനോ സാറിനാണല്ലോ. ഒരാളോടെ കാറിടിച്ച് മരിക്കാൻ കിടക്കുന്നു. ആശുപത്രി കൊണ്ട് ഈ കാറൊന്ന്. Of course. Oh my God. ഈ കുപ്പി തീരുന്നതിന് മുമ്പ് അവൻ കുട്ടിയെ കൊണ്ട് ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. നമ്മുടെ രാജേന്ദ്രനല്ലേ പോയിരിക്കുന്നത്, അവൻ കൊണ്ടുവരാതിരിക്കില്ല. നമ്മൾ എത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാധ ഒരു ഫ്രീഡം ഫൈറ്ററുടെ മകളാണ്. പോരാത്തതിന് ആശാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. നാട്ടുകാരറിഞ്ഞാൽ എടാ, നാട്ടുകാരെ പറ്റി നീ വിഷമിക്കണ്ട. അവരെ കയ്യിലെടുക്കാനുള്ള വിദ്യകളൊക്കെ ഈ സുഗുണൻ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പ്രസിഡന്റ് ആയത്. ഞാനാണ് പറയുന്നത്, അങ്ങോട്ട് പോകരുത്. അങ്ങോട്ട് പോകരുത്. എന്താ അതിവേഗമായി അതിന് തക്ക കാരണം എന്തുണ്ടായി? എന്ത് സംഭവിച്ചു? സംഭവിക്കാൻ പാടില്ല തന്നെ സംഭവിച്ചു. ഞാൻ നശിച്ചു. നടന്നത് എന്താണെന്ന് പറയും. ആ സുഗുണനും കൂട്ടുകാരും കൂടി എന്നെ നശിപ്പിച്ചു. സുഗുണനും കൂട്ടുകാരും? എന്താ അമ്മവ? മോളെ, രണ്ട് കാലുകളും നഷ്ടപ്പെട്ട എനിക്ക് ഇനി ആ കമ്പുകൾ കൊണ്ട് എന്ത് പ്രയോജനം? ഉപയോഗമുള്ള ആർക്കെങ്കിലും ദാനം ചെയ്തേക്കുമോളെ. അമ്മവ സമാധാനമായിരിക്കൂ. അമ്മാവന്റെ അടുത്ത് ഞാനില്ലേ? കേസിന്റെ വാദം നാളെ ആരംഭിക്കുകയാണ്. രാജേട്ടൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അമ്മാവന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് എനിക്ക് ആവശ്യം. ശരി മോളെ, ശരി. പിന്നെ ചെല്ലപ്പാ, നിങ്ങൾ പറയുന്ന പുറമ്പോക്ക് സ്ഥലം ഈ പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ടതാണെങ്കിൽ
ആ സ്ഥലം നിങ്ങളുടെ പേരിൽ ഞാൻ പഠിപ്പിച്ചു തരാം. പോരെ? അത് മതി. അടുത്ത ഇലക്ഷനിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാറ് ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ സാറിനെ ഇവിടുത്തെ MLA ആക്കും. ഏതാണേലും ശരി, റൂട്ടിൽ ഓടുന്നതിന് മുൻപ് എന്റെ കൈ കിട്ടിയിരിക്കണം. പണത്തിന്റെ കാര്യം നിനക്കറിയാലോ. അനാവശ്യം പറയരുത്, അവളെന്റെ അനിയത്തിയാ. വെരി ഗുഡ്. അതാണ് ഇത്ര ബ്യൂട്ടി. കൊള്ളാമല്ലേ? സുഗുണ, അവളെ തൊട്ട് പോകരുത്. ഒന്ന് മിണ്ടാതിരേടി. സുഗുണ, ഇതാരാന്നറിയും നിനക്ക്? നിന്റെ അമ്മ പ്രസവിക്കാത്ത സഹോദരിയാണോ? പുതിയ ബന്ധത്തെ പറ്റി പറഞ്ഞ് എന്നെ സെന്റിമെന്റൽ ആക്കാനായിരിക്കും. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്കൊരു പ്രശ്നമൊന്നുമല്ല. എടാ, നീ എന്നെ അടിച്ചല്ലേ? നീ അടിക്കണേ. സത്യം പറയിക്കാൻ പ്രതികളെ മൃഗീയമായി മർദ്ദിച്ചു അല്ലേ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പോലീസർ പ്രതികളെ ചുംബിക്കുകയും തലോടുകയും ചെയ്തല്ല സത്യം പറയിപ്പിക്കുന്നത്. മർദ്ദനം സർവ്വസാധാരണമാണ്. അതിന് മൃഗീയമായി എന്ന വിശേഷണം ശരിയല്ല. യുവർ ഓണർ, പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പ്രതികൾ മരണപ്പെട്ട സംഭവങ്ങൾ ഇവിടെ സുലഭമാണ്. ഹേബിയസ് കോർപ്പസുകൾ പലതും ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നങ്ങളായി നിലനിൽക്കുന്നു. എന്തുകൊണ്ടും മൃഗീയമായി എന്ന വിശേഷണം പോലീസ് മർദ്ദനത്തിന് ഒരു അലങ്കാരമാണ്. ഒബ്ജക്ഷൻ ഈസ് ഓവർറൂൾഡ്. യെസ്, യു കൻ കണ്ടിന്യൂ. പ്രതികൾ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ വികാരം? സഹതാപം. ഓഹോ, ഇത്തരം വികാരങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഓരോ വർഷവും എന്റെ ജന്മദിനം വരുമ്പോൾ ഞാൻ ഈ നാട്ടിൽ എന്തിന് ജനിച്ചു? ഐ എം സോറി. ഈ രാജ്യത്തെ ശിക്ഷാ നിയമങ്ങൾക്ക് മൂർച്ച പോരാ എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ട്. തിരുത്തലുകളും മാറ്റങ്ങളും ആവശ്യമാണെന്ന ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്. താങ്ക് യു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ രാജശേഖരൻ, എത്ര വർഷമായി നിങ്ങൾ സർവീസിൽ കയറിയിട്ട്? 5 വർഷം. ഈ 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും റിമാർക്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മരിച്ചുപോയ പ്രതികളെ എന്ത് കുറ്റത്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? കള്ളക്കടത്തുകാരൻ ജാഫറിനെ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച കുറ്റത്തിന്. കസ്റ്റഡിയിൽ കിടന്ന പ്രതികളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഞാൻ നിരപരാധിയാണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മരണകാരണം ക്രൂരമായ മർദ്ദനമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്കെതിരായി എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഒരുക്കിയ കെണിയാണിത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. സർവശക്തനായ ദൈവം സാക്ഷിയായി സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ ഇദ്ദേഹത്തോട്ടൊരു കള്ളത്തരം പറയുന്നുണ്ട്. എന്തിനാണ് നല്ലൊരു ഭഗവത്ഗീത കേടുവരുത്തുന്നത്? കൊണ്ടുപോയിക്കോ. ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഞാൻ സത്യമേ പറയുള്ളൂ. സത്യം, സത്യം, സത്യം. സാക്ഷി കോടതിയുടെ നിയമങ്ങളെ അനുസരിച്ചാൽ മാത്രം മതി. എന്താ നിങ്ങളുടെ പേര്? ഇപ്പൊ ഇവിടുന്ന് കിടന്ന ഒരു അലറിയില്ലേ, ബാലൻ ബാലൻ ബാലൻ, അത് തന്നെ എന്റെ പേര്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ്?
റോട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് അച്ഛൻ ഏതാണ് അമ്മ ഏതാണെന്ന് അറിയില്ല. ഒരച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവും, ആ അച്ഛനൊരു പേരും കാണും. മിസ്റ്റർ ബാലൻ, ഓ ഈ നിൽക്കുന്ന പ്രതി നിങ്ങൾക്കറിയാമോ? ഓ എനിക്കറിയാം, അറിയാം. കഴിഞ്ഞ മാസം 26-ാം തീയതി രാത്രി നിങ്ങൾ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഈ മാസവും തീയതിയൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ സാധാരണ പോകാറുള്ളതാണ്. എന്തിന്? മാമൂല് കൊടുക്കാൻ. എന്താ നിങ്ങളുടെ ജോലി? എന്റെ ജോലി ചോദ്യത്തിന് ഉത്തരം പറയൂ. സ്വയം തൊഴിൽ. എന്ന് വെച്ചാൽ? ഞാൻ ജീവിക്കാൻ വേണ്ടി പല തൊഴിലും ചെയ്യുന്നുണ്ട്. അതോടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. നിങ്ങൾ അന്ന് ബേപ്പൂർ സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞില്ലേ? ഓ ഓ. അവിടെ SI രാജശേഖരൻ ഉണ്ടായിരുന്നോ? ഇല്ല 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 ഇല്ല. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ഏഴ് രാമൻ നായര്, ബേപ്പൂര് ഖാദറ്, പുതിയാലപ്പുട്ടി, മാങ്കാവ് വീരൻ, പിന്നെ പുതിയൊരു പോലീസുകാരനുണ്ട്. എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. പേരെന്റെ നാമൽ വരുന്നു. ഇസ്മായിൽ. ഇസ്മായിൽ. അപ്പോൾ അവരൊക്കെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അവരെല്ലാരും കൂടി രണ്ടുപേരിട്ടിട്ട് തല്ലിയിരുന്നു. സത്യം പറഞ്ഞ തല്ലില്ല, ഓരോ ഭാഗം ഇങ്ങനെ ഒടിച്ചെടുക്കുക. പെറ്റ തള്ള ഉണ്ടോ സഹിക്കില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു ഏടിനോട്, രാമനായർ ഈ രണ്ടെണ്ണം പോക്കാണ്, ചത്തുപോന്നു. അതിനൊരു സംഭവിച്ചില്ലേ? ഓ ആ. താങ്ക് യു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. മിസ്റ്റർ ബാലൻ, നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കേസിൽ സാക്ഷി പറയാൻ പോയിട്ടുണ്ടോ? സാറിന് ഞാൻ ഈ കേസിൽ സാക്ഷി പറഞ്ഞു കേട്ട പോരെ. ഓർഡർ ഓർഡർ ഓർഡർ. ഇപ്പോഴെന്താ നിങ്ങളുടെ ജോലി? ജയിലിൽ കിടക്കുക. എന്തിനാണ് നിങ്ങൾ ജയിലിൽ പോയത്? കോടതി ശിക്ഷിച്ചതിന്. എന്ത് കുറ്റം ചെയ്തതിനാണ് നിങ്ങളെ ശിക്ഷിച്ചത്? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തിനാ ശിക്ഷിച്ചതെന്ന്? സത്യം പറഞ്ഞുകൊണ്ട്. ഓ, സത്യം പറയുന്ന ആളാണല്ലേ? സത്യവാൻ. സമ്മതിച്ചു. മിസ്റ്റർ ബാലൻ, ഗ്രാമങ്ങളിൽ നിന്നും എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു പട്ടണത്തിലെ പണക്കാർക്കും നേതാക്കന്മാർക്കും കാഴ്ചവെക്കലോ തന്റെ തൊഴിൽ? ഐ ഒബ്ജക്ട്, യുവർ ഓണർ. ഈ ചോദ്യം ഇവിടെ അനുവദിക്കാൻ പാടില്ല. എന്റെ കക്ഷിയെ അപമാനിക്കുക എന്നതാണ് പ്രോസിക്യൂട്ടറുടെ ഉദ്ദേശം. This is a question without reasonable grounds. I presume the prosecutor is aware of Section 149 of the Evidence Act. I presume, Mr. Sarida, you are aware of Section 146 of the Evidence Act. Your Honor, in cross-examination, I am entitled to discredit a witness. Objection is overruled. Yes, you can continue. ഈ മനുഷ്യൻ ഒരു സാമൂഹ്യദ്രോഹിയും വഞ്ചകനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരാളെ മൃഗീയമായി കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തവനാണ്. സ്വന്തം സഹോദരിയെ മൃഗീയമായ ഒരാൾ ബലാത്സംഗം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടുവരുന്ന സഹോദരൻ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വടക്കം പാട്ട് പാടി കൊടുക്കോ, അതോ ക്യാമറ ഡാൻസ് ചെയ്ത് കൊടുക്കോ? ആർഷഭാരത സ്ത്രീകളുടെ പരിശുദ്ധിയെ പരസ്യമായി പട്ടണത്തിൽ വിറ്റ് കാശാക്കുന്ന പിൻപാണ് ഞാൻ. ശരിയല്ലേ? കയ്യുന്നുണ്ടോ? ശരിയല്ലേ? അല്ല, ആർഷഭാരതം എന്ന് പറഞ്ഞ അത് കേരളമാണെന്ന് ബഹുമാനപ്പെട്ട വക്കീല് പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. സാറേ, ഈ ബോംബെ എന്ന് പറയുന്നത് ആർഷഭാരതത്തിന്റെ അകത്തോ പുറത്തോ? ഇത് കോടതിയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഉത്തരം പറയാൻ പറ്റാവുന്ന ചോദ്യം മാത്രം വക്കീൽ സാറും കൂടി ചോദിച്ചാലും മതി. അന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാർ പ്രതികളെ മൃഗീയമായി മർദ്ദിച്ച് കൊല്ലുന്നത് നിങ്ങൾ കണ്ടു? കണ്ടു കണ്ടു കണ്ടു. എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു വെച്ച് കണ്ണുകൊണ്ട് കണ്ടു. സാറേ, അന്ന് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ സാറ് പറഞ്ഞ പോലെ സാധനം കുറെ കൂടുതൽ കൊണ്ടുവന്നുണ്ട്. ഡബിൾ സ്ട്രോങ്ങാ. കത്തിച്ചാ കത്തു. അവിടെ താഴെ വെച്ചേക്ക്. എവിടെ? അദ്ദേഹം ഇപ്പൊ ഇവിടെ വരും. ഇന്ന് അധികം നിൽക്കണ്ട, ഒന്ന് പോരാ ബാല. വല്ല മന്ത്രിയും വരുന്നുണ്ടോ? ഒന്ന് പറയുന്ന കേൾക്കെന്റെ പൊന്നു ബാല, ഒന്ന് പൊയ്ക്കോടാ. ഞാൻ വേഗം പോണല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം പോയിട്ട് ഒരു ടാക്സി വിളിച്ചുകൊണ്ട് വരും. നിങ്ങൾ നന്നില്ലാത്ത മനുഷ്യരാണ്. ഈ നട്ടപ്പാതിരിക്കാണ് ഇത് കെട്ടിവലിച്ച് കൊണ്ടുവന്നിട്ട് വേഗം പോയിക്കോണല്ലേ. ഞാൻ അവിടെ താമസിക്കാൻ വന്നതാ. ഇതെന്റെ ഭാര്യ ഇവിടെ ആണല്ലോ. നിങ്ങളാണ് ഒറിജിനൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
വെള്ളത്തില് ആനയടിക്കരുത് കേട്ടോ സാറേ. ഗോപി, നിനക്ക് ദാഹിക്കുന്നുണ്ടാവും. എന്നാ ഇതങ്ങോട്ട് കുടിച്ചോ. രാമൻ നായര് ഇങ്ങനെ ചെയ്താലേ ചത്തുപോകും. ആ സംഭവം ഞാനിപ്പോഴും മറന്നിട്ടില്ല സാർ. മൃഗീയമായി മർദ്ദനമേറ്റ് അവശരായി രക്തം ഛർദ്ദിച്ച് പ്രതികൾ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രതികൾ മരിച്ചു പോകുമെന്ന് മനസ്സിലായപ്പോൾ ആ കുറ്റം തന്റെ സഹപ്രവർത്തകരുടെ മേൽ ചുമത്താൻ വേണ്ടി മിസ്റ്റർ രാജശേഖരൻ നാടകീയമായി സ്ഥലം വിടുകയും സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതിയായ രാജശേഖരന് വധശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് നീതിയുടെയും നിയമത്തിന്റെയും ചട്ടക്കൂട്ടുകൾക്ക് തന്നെ ഒരു ഭീഷണിയായി തീർന്നിരിക്കുന്ന ഈ കേസ് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. സുപ്രസിദ്ധ കള്ളക്കടത്തുകാരനായ ജാഫർ എന്ന വ്യക്തിയെ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച ലോറിയും അതിലുണ്ടായിരുന്ന ഗുണ്ടകളെയുമാണ് SI രാജശേഖരൻ കസ്റ്റഡിയിലെടുത്തത്. ആ പ്രതികളാണ് ജയിലിൽ കിടന്ന് മരിച്ചത്. പ്രതികൾ സത്യം തുറന്നു പറഞ്ഞാൽ കള്ളക്കടത്തുകാർക്കും അവർക്കും തമ്മിലുള്ള ബന്ധം പരസ്യമായി പോകുമോ എന്ന് ഭയന്ന് 5, 6, 7 സാക്ഷികൾ ഹെഡ് കോൺസ്റ്റബിളിനെ സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്ത് കസ്റ്റഡിയിൽ കിടന്ന പ്രതികളെ കൊല്ലിക്കുകയും ആ കുറ്റം രാജശേഖരനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഹെഡ് കോൺസ്റ്റബിളിന്റെ മൊഴിയിൽ നിന്നും കോടതിക്ക് അത് ബോധ്യമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, രാജശേഖരനാണ് പ്രസ്തുത കൃത്യം ചെയ്തതെന്ന് കാര്യകാരണ സഹിതം തെളിയിക്കപ്പെടുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. As your honor is aware, the guilt of the accused should be proved beyond the shadow of the doubt. ഇവിടെ ആകട്ടെ പ്രോസിക്യൂഷന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയത്തിന്റെ പുകമറകൾക്കുള്ളിലാണ്. ആയതിനാൽ നിരപരാധിയായ എന്റെ പ്രതിയെ വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വിധി അടുത്ത മാസം 26-ാം തീയതി പ്രഖ്യാപിക്കുന്നതാണ്. അന്വേഷണ വിധേയമായി സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രതികളെ ഭീകരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന കുറ്റമാണ് പ്രതിയുടെ മേൽ ആരോപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉടനീളം കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കൊലക്കുറ്റം പ്രതിയാണ് ചെയ്തതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. മറിച്ച് പ്രതിയായ രാജശേഖരൻ പണത്തിനും പ്രലോഭനങ്ങൾക്കും വശംവദനാവാത്ത ആദർശധീരനും സത്യസന്ധനുമായ പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് 14, 18, 19 എന്നീ സാക്ഷികളിൽ നിന്നും കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ ഈ കേസിലെ പ്രതിയായ രാജശേഖരൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ വെറുതെ വിട്ടയച്ചിരിക്കുന്നു. ആദ്യത്തെ കേസായിരുന്നെങ്കിൽ പോലും സുത്യർഹമായ രീതിയിൽ നടത്തിയ യുവ അഭിഭാഷകയായ സരിത കോടതിയുടെ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു.
ഇയാളുടെ വാക്ക് കേട്ട് നമ്മൾ വന്നിട്ട് അച്ഛാ, ഞാൻ വീണ്ടും ചാർജ് എടുക്കാൻ പോകുന്നു. എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയവരെയും അച്ഛന്റെ കാലൊടിച്ചവരെയും കൽത്തുറുങ്കിലടച്ചേ ഞാൻ ഇനി മടങ്ങും. കൽത്തുറുങ്ക്. ഇത്തവണ കോടതി വരെ. ചേട്ടാ, ആ, സരിത ചേച്ചിയെ കണ്ട് നന്ദി പറയാൻ മറക്കരുത്. ആ. മിസ് സരിതയ്ക്ക് രാജശേഖരനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തന്നെ നേരിൽ കാണുമ്പോൾ സരിതയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. ജാഫർ പാർട്ടിയും എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. അവർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് എന്റെ മോളെ രക്ഷിക്കൂ. പ്ലീസ് കമോൺ. രാജ, ഒന്ന് വേഗം വരൂ. A sweet lawyer on your hand. ഞങ്ങൾക്കെതിരെ കേസ് വാദിച്ചു, നീ ജയിച്ചു. ഇത് ഞങ്ങളുടെ കോടതിയാണ്. ഇവിടെ ഞങ്ങൾക്ക് സുഖിക്കണം. ബൈ ദ ബൈ, നീ ഞങ്ങളെ സുഖിപ്പിക്കണം. Sorry, baby. Sorry, my baby. We want to enjoy with you, so you must dance for us.
രാഷ്ട്രീയക്കാർ. ദേ കൈക്കൂലി കൊടുത്ത് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ പാവകളാക്കി അല്ല. പെണ്ണും പണവും കൊടുത്ത് ഈ നാട്ടിലെ പോലീസിനെ വിലയ്ക്ക് വാങ്ങണമെന്ന് നീ വ്യാമോഹിച്ചു അല്ലടാ. പ്ലീസ് എനിക്ക് മാപ്പ് തരൂ. പ്ലീസ് എനിക്ക് മാപ്പ് തരൂ. പ്ലീസ് എനിക്ക് മാപ്പ് തരൂ. മാപ്പോ നിനക്കോ? ഇല്ല. നിന്റെ ചരിത്രം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. മിസ്റ്റർ രാജശേഖരൻ, സ്റ്റോപ്പ് ഇറ്റ്. നൗ ഐ എം സാറ്റിസ്ഫൈഡ്. എനിക്ക് തൃപ്തിയായി. ക്രമസമാധാനം താറുമാറാക്കിക്കൊണ്ട് ദേശീയ ഐക്യത്തിനും ഭദ്രതയ്ക്കും തുരങ്കം വെച്ചുകൊണ്ട് നാടിനെ ഊറ്റിക്കൊടുക്കുന്ന ഇവരെ പോലുള്ളവരെ ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. Well done, Mr. Rajashekharan. You have done your job very well. Thank you, sir. Well done, Mr. Rajashekharan. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നു മുതൽ നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. Shut up. Shut up. നിയമത്തിന്റെ പഴുതിൽ കൂടി ഞങ്ങൾ പുറത്തു വരും. അന്ന് നിന്റെ വംശം ഞങ്ങൾ നശിപ്പിക്കും.